ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരുപാട് കറികളൊന്നുമില്ല. ഞങ്ങൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ചില കറികൾ മാത്രമാണുള്ളത്. അത് നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുകയും വേണം. ആദ്യമേ ഒരു പാത്രം അടുപ്പേ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുക്കുക. നന്നായി മൂത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് സവാള, പാവയ്ക്ക എന്നിവയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. യോജിച്ചതിന് ശേഷം അതിലേക്ക് 2-3 പച്ചമുളക് അരിഞ്ഞതും ഇത്തിരി കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. കുറച്ച് നേരം വെന്തതിന് ശേഷം വെള്ളമൊന്നും ചേർക്കണ്ട. ആവിയിലിരുന്ന് തന്നെ പാവയ്ക്ക വെന്തോളും. വെന്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇത്തിരി പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ, മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പച്ചടിയാണ്. ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്നത്. അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ചെറുതായിട്ടരിഞ്ഞ ബീട്രൂട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഇത്തിരി ഉപ്പും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായി വേവിച്ചെടുക്കുക. ബീട്രൂട്ട് നന്നായി വെന്ത് പേസ്റ്റ് ആവണം, അല്ലെങ്കിൽ നമ്മളത് മിക്സിയിൽ അരച്ചെടുത്താലും മതി. അരച്ചെടുത്തതിലേക്ക് നമുക്ക് ആവശ്യത്തിന് അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പിന് നമ്മൾ തേങ്ങ, ജീരകം, വെളുത്തുള്ളി ഇത്രയും അരച്ച് അതിലേക്ക് ഒഴിച്ച് ചൂടാക്കി മാറ്റി വയ്ക്കുക. അത് നന്നായി തണുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. തൈരും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമുക്കിനി കടുക് വറുത്ത് ചേർക്കാം. കടുക് വറുക്കാൻ അറിയാമല്ലോ, എല്ലാവർക്കും കടുക് വറുക്കാൻ അറിയാം. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കടുകും ചെറിയ ഉള്ളിയും വറ്റൽമുളക് കറിവേപ്പിലയൊക്കെ ഇട്ട് നമുക്കൊന്ന് താളിച്ചൊഴിക്കുക. അപ്പം നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ വെച്ചതുകൊണ്ട് പറഞ്ഞതല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീട്രൂട്ട് പച്ചടിക്ക്. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് കറിയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾക്ക് ചിക്കനായിരുന്നു, ഈ ആഴ്ച ഞങ്ങൾ ബീഫാണ് മേടിച്ചത്. അപ്പം ഞാനിന്ന് ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. കുക്കറിലാണ് ബീഫ് കറി ഉണ്ടാക്കുന്നത്. എളുപ്പമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഈ ബീഫ് കറി കുക്കറിലുണ്ടാക്കുന്നത്. അടുപ്പയിലൊക്കെ വെച്ച് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഞാനിവിടെ ഇപ്പോൾ കുക്കറിലാണ് വെക്കുന്നത്. കുക്കർ അടുപ്പേ വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് മൂപ്പിച്ച് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുത്ത്, പിന്നെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് കുറച്ച് സവാളയാണ്. ഒരു 4 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന ബീഫിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് സവാള എടുക്കാം. ഒരുപാട് സവാള ചേർത്താൽ ഇറച്ചിക്ക് നല്ല മധുരമായിരിക്കും. അതുകൊണ്ട് ഒരുപാട് സവാളയൊന്നും ചേർക്കണ്ട. സവാളയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി എന്നിവയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. എല്ലാം കൂടെ നന്നായി സവാളയിൽ യോജിപ്പിക്കുക. അതിലേക്ക് പിന്നെ നന്നായി അതിൻ്റെ മണമൊക്കെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കാം. ബീഫ് ഞാൻ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്കിനി ആ ഇറച്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ ഇറച്ചിയും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെച്ച് നമുക്ക് കുറച്ച് നേരം വേവിച്ചെടുക്കാം. ഒരു 6-7 വിസിൽ കേൾക്കണം, എന്നാൽ മാത്രമേ ബീഫ് വേവത്തുള്ളൂ. പെട്ടെന്ന് വേണ്ട, 1-2 വിസിൽ നന്നായിട്ട് കേൾപ്പിച്ചിട്ട് പിന്നെ നമ്മൾ സിമ്മാക്കി വെച്ചാൽ മതി. പിന്നെ ഞാൻ കപ്പ വേവിച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചില്ല. കപ്പ കഴിഞ്ഞ ആഴ്ചയിലും ഉണ്ടായിരുന്നു, ഈ ആഴ്ചയിലും കപ്പ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് കാണിക്കാഞ്ഞത് കപ്പ വേവിച്ചത്. അപ്പം കപ്പയും വേവിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് വിളമ്പാം. ഒരു പാത്രത്തിലേക്ക് ചൂട് ചോറ് വിളമ്പി അതിലേക്ക് കപ്പ വേവിച്ചതും ബീഫ് കറിയും പാവയ്ക്ക മെഴുക്ക് പുരട്ടിയും ബീട്രൂട്ട് പച്ചടിയും വിളമ്പിയിട്ടുണ്ട്. അപ്പം പാത്രത്തിലെ എല്ലാ കറികളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഊണ് കഴിക്കാൻ വന്നോളൂ. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ താങ്ക്